ഇന്നലെ ഞാൻ രണ്ട് തമിഴ് പടങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയത് കാരണം കറണ്ട് പോയിട്ട് പിന്നെ വന്നത് ഇന്നാണ്. നെറ്റും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാം. സോ ഇന്ന് രണ്ട് പടങ്ങളുടെയും വീഡിയോ ഇടുന്നതായിരിക്കും. മാരീസൻ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, വടിവേലു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ തമിഴ് ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ജയിലിൽ നിന്നിറങ്ങിയ ഒരു ചെറുകിട കള്ളനും അൽസൈമേഴ്സ് ബാധിച്ച ഒരു പ്രായമായ ആളും ചേർന്ന് നടത്തുന്ന ഒരു ത്രില്ലിംഗ് യാത്രയാണ് മാരീസൻ എന്ന സിനിമ പറയുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു റിഫ്രഷിംഗ് റോഡ് ത്രില്ലറാണ് മാരീസൻ. നല്ല സ്ക്രിപ്റ്റ്, ഡീസന്റ് ആയിട്ടുള്ള മേക്കിംഗ്, നല്ല പ്രകടനങ്ങൾ, ഒപ്പം ടെക്നിക്കലിയും നൈസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ രാമായണത്തിലെ രൂപം മാറാൻ കഴിവുള്ള മാരീസനെ പോലെ ഭാവം മാറാൻ കഴിയുന്ന ഒരു മാരീസനാണ് ഈ സിനിമയിലുള്ളത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു പടത്തിന്റേത്. അത് തന്നെയാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് ആദ്യം തന്നെ പറയാനുള്ളത്. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് പടം ഒരു ഹൈ പോയിന്റിൽ എത്തിച്ചേരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ ആ ഒരു ലെവലിന് മുകളിലേക്ക് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല എന്നതാണ് സത്യം. യൂഷ്വൽ സ്റ്റൈലിലേക്ക് പിന്നെ പടം അങ്ങ് മാറി. ദയാലായിട്ട് വന്ന ഫഹദ് ഫാസിലിന് ഈ റോൾ ഒരു കേക്ക് വാക്ക് ആയിരുന്നു. ഒരു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വൈബ് ആദ്യം ഓർമ്മിപ്പിച്ചെങ്കിലും ഇതിലെ റോള് ഡിഫറെന്റ് ആണ്. നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ടുള്ള ഭാവപ്രകടനം പതിവ് പോലെ ഇതിലും വർക്കായിട്ടുണ്ട്. വേലായുധം പിള്ളയായിട്ട് വന്ന വടിവേലു ആണ് പടത്തിന്റെ ഷോ സ്റ്റീലർ എന്ന് തന്നെ പറയാം. കിടിലം പെർഫോമൻസ് ആയിരുന്നു. മാമന്നം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു പീക്ക് ടൈം ആണെന്ന് പറയാം. വരുന്നെല്ലാം നല്ല വെറൈറ്റി റോളുകളാണ്. പിന്നെ ഇതിൽ ഇവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ വടിവേലു കോംബോ ഇസ് റിയലി ഗുഡ്. കോവൈ സരളയ്ക്ക് പതിവിന് വിപരീതമായിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. പക്ഷെ കാര്യമായിട്ടൊന്നും തന്നെ പുള്ളിക്കാർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സിതാര, രേണുക, ലിവിങ്സ്റ്റൺ, അങ്ങനെ കുറച്ച് താരങ്ങളെ പടത്തിലുള്ളൂ. എല്ലാവരും കൊള്ളാം. പക്ഷെ ഫഹദ്, വടിവേലു എന്നിവർക്കൊഴിച്ച് വേറെ ആർക്കും തന്നെ വലിയ സ്ക്രീൻ സ്പേസോ പ്രാധാന്യമോ ഒന്നും പടത്തിലില്ല. കലൈ സെൽവൻ ശിവാജിയുടേതാണ് ക്യാമറ. ശ്രീജിത്ത് സാരംഗിന്റെ എഡിറ്റിംഗ് ഒക്കെ നല്ലതാണ്. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് കൊള്ളാം. പ്രത്യേകിച്ച് പഴയ ഇളയരാജ സോങ് ഉപയോഗിച്ചത് നൈസായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ വി കൃഷ്ണമൂർത്തി ാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ്. വില്ലാളി ധീരൻ എന്ന മലയാളം പടം സംവിധാനം ചെയ്ത മലയാളിയായ സുധീഷ് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ പടത്തിലെ പല സീൻസും പ്രെഡിക്റ്റബിൾ ആയി ഫീൽ ചെയ്തതാണ് ഒരു മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. ഒരു ടിപ്പിക്കൽ സോഷ്യൽ മെസ്സേജ് നൽകുന്ന സ്റ്റൈലിലേക്ക് തന്നെ പടം പോയതും ക്ലീഷയായിട്ട് തോന്നി. ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും അത്ര ഇമ്പാക്ട് നൽകിയില്ല. പിന്നെ കുറെ ലൂപ്പ് ഹോൾസ് കഥയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്യം സ്പോട്ടിൽ പോലീസ് എങ്ങനെ എത്തി, അങ്ങനെ കുറച്ച് സംശയങ്ങൾ നമുക്ക് തോന്നും. വില്ലൻ കഥാപാത്രം അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എങ്കിലും അയാൾ എന്തിനാ ആദ്യം മുതലേ കൂട്ടുകാരന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് തോന്നി. സോ മൊത്തത്തിൽ അതിഗംഭീരം എന്നൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു നല്ല സിനിമ തന്നെയാണ് മാരീസൻ. ഒരു നീറ്റ് വാച്ച് എന്ന് പറയാം. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ 12 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. പക്ഷെ ചെറിയ ചില വയലൻസ് സീനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.